അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാസന പ്രസാദവര മാതാവേ, അനിശ്ചിതത്വത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഈ നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ആരോഗ്യവും സാമ്പത്തിക അനുഗ്രഹവും തേടി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു. അതിനാൽ അമ്മ എന്നെ അമ്മയുടെ വിശുദ്ധ കുപ്പായം കൊണ്ട് പൊതിഞ്ഞ് പിടിക്കണമേ. ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനയിലൂടെ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വീടിനെ നയിക്കണമേ. അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞുകൊള്ളണമേ. സുരക്ഷിതമായ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയുടെ മാതാവേ, ദിനംപ്രതി ഞങ്ങൾ നേരിടുന്ന ക്ലേശങ്ങളും പ്രയാസങ്ങളും അമ്മ അറിയുന്നുവല്ലോ. സമാധാനവും ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിരതയും കൈവരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ അമ്മയുടെ ശക്തിയിലും കരുണയിലും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേലുള്ള അമ്മയുടെ കൃപ ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കട്ടെ. എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന രോഗങ്ങളിലേക്കും വേദനകളിലേക്കുമുള്ള ഞങ്ങളുടെ പാതകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ വേദനകൾക്ക് ആശ്വാസം നൽകണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനും നിന്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനുള്ള വെല്ലുവിളികൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ആവശ്യങ്ങൾ എല്ലാം അമ്മ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മേ, അവിടുന്ന് ദൈവത്തിനിടയിലുള്ള മധ്യസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അഗാധമായ ദുഃഖങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാൻ അമ്മയെ ഭരമേൽപ്പിക്കുന്നു.
എൻ്റെ ജീവിതത്തിലും എൻ്റെ ആരോഗ്യത്തിനും ഉപജീവനത്തിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ സ്വർഗസ്ഥനായ പിതാവിനോട് വാങ്ങിത്തരേണമേ. എൻ്റെ ജീവിതത്തിനും ഉപജീവനത്തിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് അപേക്ഷിക്കണമേ. അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കുവാനും ദൈവിക സംരക്ഷണത്തിൽ വിശ്വസിക്കുവാനും ദൈനംദിന പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും എന്നെ സഹായിക്കണമേ. കൃപാസന പ്രസാദപരമാതാവേ, എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളുടെ മേൽ വിജയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും നയിക്കുകയും ചെയ്യണമേ. അസാധ്യകാര്യങ്ങളുടെ അമ്മേ, അമ്മയുടെ നന്മയിലും ശക്തിയിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു. കരുണയുടെ മാതാവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, പ്രത്യക്ഷവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. അതിനായി എപ്പോഴും ഞങ്ങളുടെ അരികിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷണങ്ങളിൽ തളരാതിരിക്കുവാൻ ശക്തി നൽകണമേ. വെല്ലുവിളികൾക്ക് മുന്നിൽ തളരാതിരിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളും വേദനകളും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പരിമിതികൾ അമ്മയ്ക്ക് അറിയാമല്ലോ. രോഗികളുടെ ആരോഗ്യവും കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകളും ലഘൂകരിക്കുകയും ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് അറിയാമല്ലോ. സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള അന്വേഷണത്തിനായി എന്നെ സഹായിക്കണമേ. എൻ്റെ ജോലിയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ എനിക്കും എൻ്റെ ഭവനത്തിനും ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ. ലോകത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടണമെന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കൃപാസന പ്രസാദപരമാതാവേ, അമ്മയുടെ മാതൃസ്നേഹത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എൻ്റെ മേൽ വർഷിക്കുന്ന കൃപകൾക്കും എൻ്റെ ജീവിതത്തിൽ അമ്മ ചെയ്യുന്ന എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു. എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹവും നൽകണമേ. ഞങ്ങളുടെ വീടുകളിൽ
ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും ആദരവും നിലനിർത്തണമേ. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും സഹവർത്തനത്തിൽ സമാധാനം വളർത്തുകയും ചെയ്യണമേ. നന്മയുടെ പാതയിൽ ഞങ്ങളെ അകറ്റുന്ന എല്ലാ തിന്മകളും പ്രലോഭനങ്ങളും അകറ്റി നിർത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, അസാധ്യ കാര്യങ്ങളുടെ അമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യവും പ്രയാസങ്ങൾക്കും മുന്നിൽ തളരാതിരിക്കുവാനുള്ള സ്ഥിരോത്സാഹവും നൽകണമേ. ഞങ്ങളുടെ പഠനത്തെയും ഞങ്ങളുടെ ജോലിയെയും ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. കൃപാസന പ്രസാദപരമാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ പ്രയാസകരമായ സമയങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ രഹിതരായവരെയും ഏകാന്തതയിലും ദുരിതത്തിലും കഴിയുന്നവരെയും ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ശക്തിയും പ്രത്യാശയും നൽകുകയും ചെയ്യണമേ. അമ്മയുടെ മാതൃസ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവം മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കണമേ. കരുണയുടെ അമ്മേ, ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ ഞങ്ങളെ യേശുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അതിനായി അങ്ങയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചുകൊണ്ട് അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖവും നിരാശയും എന്നെയും എൻ്റെ കുടുംബത്തെയും കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അമ്മയുടെ കൈകളിൽ ആശ്വാസം കണ്ടെത്തട്ടെ. അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ആന്തരിക ശക്തിയും ഞങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ. അതിലൂടെ എനിക്ക് എൻ്റെ കടമകൾ നിറവേറ്റുവാനും മറ്റുള്ളവരെ ഊർജ്ജസ്വലതയോടെ സേവിക്കുവാനും ഇടയാകട്ടെ. കൃപാസന പ്രസാദപരമാതാവേ, ഞങ്ങളുടെ മനസ്സിനെ പരിപാലിക്കണമേ. നിഷേധാത്മക ചിന്തകളെ അകറ്റി ജ്ഞാനവും വിവേകവും കൊണ്ട് നിറയ്ക്കണമേ. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ആത്മാവിനെ പരിപാലിക്കണമേ. അതിനാൽ ഞങ്ങൾക്ക് ദൈവവുമായി നിരന്തരം ആശയവിനിമയം നടത്തുവാനും വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനും കഴിയും. കൂടാതെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞാൻ അപേക്ഷിക്കുന്നു. സഞ്ചാരി മാതാവായ കൃപാസന പ്രസാദപര മാതാവേ,
എൻ്റെ സാമ്പത്തികവും എൻ്റെ വിഭവങ്ങളെയും കുറിച്ച് എനിക്കുള്ള ആശങ്കകൾ അമ്മയ്ക്കറിയാം. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഉപയോഗിക്കുവാനും എന്നെ നയിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. സ്നേഹനിധിയായ മാതാവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ ആശ്ലേഷിക്കട്ടെ. ഞങ്ങൾക്ക് സാന്ത്വനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. അമ്മയുടെ കൃപയാൽ ഞങ്ങൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുകയും നിത്യമായ സന്തോഷം തേടുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥന അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ മേഖലകളിലും അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു. ലോകത്തിലെ അപകടകരമായി പതിയിരിക്കുന്നതിൽ നിന്ന് അമ്മ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ആമേൻ.